ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി സഖ്യസാധ്യതകൾ അവസാനിച്ചിരിക്കുകയാണ്. ഒരുമിച്ച് നിന്നാൽ BJPയെ പുഷ്പം പോലെ തോൽപ്പിക്കാൻ അവസരമുണ്ടായിട്ടും ആം ആദ്മി കോൺഗ്രസ് സഖ്യം എന്തുകൊണ്ട് ഫലപ്രാപ്തിയിൽ എത്തിയില്ല? ദേശീയ മാധ്യമങ്ങൾ ഈ കൂട്ടുകെട്ട് വിജയിക്കാൻ കഴിയാതെ പോയതിനു പിന്നിൽ ചില കാരണങ്ങൾ നിരത്തുന്നുണ്ട്. അതൊന്ന് പരിശോധിച്ചാൽ ഹരിയാനയിൽ സഖ്യ രൂപീകരണത്തിന് മുൻകൈയെടുക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യ മുന്നണിയിലെ ഐക്യം BJPക്ക് ബോധ്യമാകുന്നതിന് ആം ആദ്മിയുമായി സഖ്യം ആവശ്യമാണെന്ന് രാഹുൽ ഗാന്ധി ഹരിയാന കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചതാണ്. എന്നിട്ടും ചർച്ചകൾ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. ഏതൊക്കെ സീറ്റുകൾ പങ്കിടണം എന്ന കാര്യത്തിലാണ് സ്വരച്ചേർച്ച ഇല്ലാതിരുന്നത്. ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിലുള്ള ഹരിയാന കോൺഗ്രസ് ആം ആദ്മിയുമായി പ്രവർത്തിക്കാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. ഇക്കാര്യം നേതാക്കൾ രാഹുൽ ഗാന്ധി അറിയിച്ചപ്പോഴും സഖ്യം വേണമെന്ന നിലപാടിൽ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി ഉറച്ചു നിന്നത്. കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്ക് സമാജ്വാദി പാർട്ടിയുമായി ഒന്നിച്ച് പ്രവർത്തിക്കുവാനും 1, 2, 3 സീറ്റുകൾ പാർട്ടിക്ക് നൽകാനും താല്പര്യമുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസിനും ആം ആദ്മിക്കും യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിലും സഖ്യം രൂപീകരിക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഓർക്കണമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഹരിയാന കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തതാണ്. ആം ആദ്മി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും കോൺഗ്രസ് മൗനം പാലിക്കുകയാണ് ചെയ്തത്. ആം ആദ്മിയുമായി സംവദിച്ചിരുന്ന കോൺഗ്രസ് നേതാവ് ദീപക് ബാബരിയ അസുഖബാധിതനായി ആശുപത്രിയിലായതും തിരിച്ചടിയായി. ആം ആദ്മി പാർട്ടി 10 സീറ്റുകൾ ആവശ്യപ്പെട്ടപ്പോൾ ഇഷ്ടമുള്ള 5 സീറ്റുകൾ നൽകാമെന്ന് കോൺഗ്രസും പ്രതികരിച്ചു. കോൺഗ്രസ് നൽകുന്ന സീറ്റുകൾ അപ്രധാനമായവയാണെന്ന് ആം ആദ്മി ചൂണ്ടിക്കാട്ടിയതോടെയാണ് സഖ്യം പൊളിഞ്ഞു വീണത്. മുമ്പ് കോൺഗ്രസുമായി സഖ്യം ചേർന്ന് പ്രവർത്തിച്ചപ്പോഴൊക്കെ പല മണ്ഡലങ്ങളിലും തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ ആം ആദ്മിക്ക് സാധിച്ചതും എടുത്തു പറയേണ്ട കാര്യമാണ്. ചർച്ചകൾ മന്ദഗതിയിലാക്കി എന്നാരോപിച്ചുകൊണ്ട് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളെ വിമർശിക്കുവാനും ആം ആദ്മി പാർട്ടി മറന്നിട്ടുമില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്ത 12 സീറ്റുകൾ തന്നെയാണ് ആം ആദ്മിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. പുതിയ മേഖലകളിൽ കൂടുതൽ പിന്തുണ ഉണ്ടാക്കുകയും നിലവിലെ സാഹചര്യങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോവുകയും വേണമെന്നതാണ് ആം ആദ്മിയുടെ ആഗ്രഹം. ഇത് ഡൽഹിയിലും പഞ്ചാബിലും പാർട്ടിക്ക് ശക്തമായ അടിത്തറ നൽകുമെന്ന് ആം ആദ്മി വിശ്വസിച്ചിരുന്നു. കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ച് BJPയെ തറപറ്റിക്കുക എന്നതാണ് ആം ആദ്മിയുടെ ലക്ഷ്യം. ഡൽഹിക്കും പഞ്ചാബിനും ഇടയിലുള്ള സംസ്ഥാനമായ ഹരിയാനയിൽ സ്ഥാനമുറപ്പിക്കുക എന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അനിവാര്യമായ ഘടകമാണ്. ഈ അനിവാര്യത പക്ഷേ ഉൾക്കൊള്ളാൻ ഹരിയാനയിലെ ആം ആദ്മി നേതൃത്വത്തിനും സാധിക്കാതെ പോയി എന്നും കാണാൻ സാധിക്കും.